പരിപാടി? എന്താ ചെയ്യുന്നത് എല്ലാവരും കൂടെ? ഇന്ന് ചിൽഡ്രൻസ് ഡേയാ. ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങുക. ഇതാരാ ഇത്? മനസ്സിലായില്ലല്ലോ. അമ്മമ്മ ഇത് ചാച്ചാ നെഹ്റുവാ. അമ്മമ്മയ്ക്ക് മനസ്സിലായില്ലേ? ആഹാ, ഇത് നെഹ്റു, ചാച്ചാ നെഹ്റു ആണോ? നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. വളരെ ഇരിക്കും, കുട്ടികളൊക്കെ ഇരിക്കും. ഇരിക്കും, എല്ലാവരും ഇരിക്കും. വാ, ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. എന്താ അത്? ഇന്ന് ചാച്ചാ നെഹ്റുവിന്റെ ബർത്ത്ഡേ അമ്മാമ്മേ. ഇപ്പൊ ചാച്ചാ നെഹ്റുവിന്റെ ബർത്ത്ഡേ എന്തുകൊണ്ടാണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ? അമ്മാമ്മേ, ചാച്ചാജിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ചാച്ചാ നെഹ്റുവിനെ പറ്റി വേറെ എന്തറിയാം? He was the first Prime Minister of India, അമ്മാമ്മേ. വെരി ഗുഡ്, വെരി ഗുഡ്. കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹം 16 കൊല്ലം പ്രൈം മിനിസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടിയെന്ന് അറിയാവോ? എന്നാ സ്വാതന്ത്ര്യം കിട്ടിയ തീയതി അറിയാവോ ആർക്കെങ്കിലും? അമ്മാമ്മേ, 15th August 1947 യെസ്, വെരി ഗുഡ്. സ്വാതന്ത്ര്യം കിട്ടാൻ ഒരുപാട് പേര് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് 2 പേരുടെ പേരാണ്. ആരൊക്കെയാണെന്ന് പറയാവോ? മഹാത്മാഗാന്ധിജി. പിന്നെ രണ്ടാമത്തേത് ചാച്ചാജി. വെരി ഗുഡ്. ചാച്ചാജിയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം പ്രൈം മിനിസ്റ്ററായിട്ട് മാത്രമല്ല, സ്വാതന്ത്ര്യസേന സേനാനി, ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരുപാട് ദുരനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്ററായി 16 കൊല്ലം ജീവിച്ചു. അന്ന സമയത്ത് പ്രത്യേകിച്ച് കുട്ടികളെ പറ്റി വളരെ വളരെ മതിപ്പായിരുന്നു. കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ അദ്ദേഹത്തിന് ചാച്ചാ നെഹ്റു എന്ന് പേരിട്ടു. ചാച്ചാ നെഹ്റു എന്ന് പറഞ്ഞാൽ അങ്കിൾ എന്നുള്ള അർത്ഥമാണ്. അങ്കിൾ എന്നാണ്, സാർന്നൂലല്ല വിളിക്കുന്നത്, അങ്കിൾ നെഹ്റു എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം എന്താ വെച്ചാൽ, അദ്ദേഹം പറഞ്ഞിരുന്നത് നമ്മുടെ നേഷൻ്റെ, അതായത് നമ്മുടെ നേഷൻ്റെ അസറ്റ് എന്ന് പറയുന്ന കുട്ടികളാണ്. ഭാവിയിൽ ഫ്യൂച്ചർ, നമ്മുടെ ഭാവിയിലെ ജവഹർലാൽ നെഹ്റുവുമായി പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റും എല്ലാം ആകാനായിട്ട് കുട്ടികളാണ് സന്നദ്ധരായിട്ട് എന്തുവരെയാണ് വളർത്തിയെടുക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അവരെ നല്ല നല്ല പൗരന്മാരായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, നല്ല പൗരന്മാരായ മാത്രമേ നല്ല രാജ്യത്തിൽ നമ്മുടെ രാജ്യം നന്നാവുള്ളൂ. നമ്മുടെ രാജ്യം നന്നായാൽ മാത്രമേ നമുക്ക് ഓരോ പൗരനും നമുക്ക് ആവശ്യമുള്ള നമ്മുടെ സഹായങ്ങളും നമ്മുടെ സംരക്ഷണം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചാച്ചാ നെഹ്റു ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാരണം. അതുകൊണ്ടാണ് കേട്ടോ. അത് സ്വാതന്ത്ര്യസമര സേനാനി മാത്രമല്ല, ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് വായിക്കുമായിരുന്നു, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പലതരത്തിലും അദ്ദേഹം നമുക്ക് അനുകരിക്കേണ്ട ഒരു മാതൃകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം വിഭാവനം ചെയ്ത മാതിരി കുട്ടികൾ ഒരു അസറ്റായിട്ട് നാഷന് മാറണം. അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ട കാര്യം, കുട്ടികൾ അതുപോലെ തന്നെ നന്മയോടെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. നമുക്ക് നേഷന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ചീത്തയായ ഒരു കാര്യം പ്രവർത്തിക്കാതിരിക്കുക, നല്ല വിദ്യാഭ്യാസം എടുക്കുക, ആരോഗ്യം സംരക്ഷിക്കുക. അങ്ങനെ നെഹ്റു വിഭാവന ചെയ്ത മാതിരി നല്ല പൗരന്മാരായിട്ട് കുട്ടികൾ വളരണം എന്നാണ് ഇപ്പം ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. He was a great man. യെസ് മോളു, ഹി വാസ് എ ഗ്രേറ്റ് മാൻ, എ നോബിൾ മാൻ. യു വിൽ ഹാവ് ടു അപ്രീഷിയേറ്റ് ഹിം, അഡ്മയർ ഹിം. അപ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സിൽ ഓരോരുത്തർ പ്രതിജ്ഞ എടുക്കുക, ഞങ്ങൾ ചാച്ചാ നെഹ്റുവിൻ്റെ ആഗ്രഹപ്രകാരം അല്ലെ സ്വപ്നങ്ങൾ പ്രകാരം നല്ല കുട്ടികളായിട്ട് വളരും എന്ന് പ്രതിജ്ഞ മനസ്സിലെടുക്കുക. എല്ലാവരും ഇന്നത്തെ ദിവസം അതിനുവേണ്ടി ഉപയോഗിക്കാം. I don't think so. No, 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 no.